പ്രൊസീജിയർ വൈസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് വൈസ് ഈ കപ്ലിങ്ങിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നതിന്റെ എല്ലാത്തിന്റെ കേസിലും ഒരു എല്ലാത്തിന്റെ കേസിലും ഫ്ലെക്സിബിളിൽ മാത്രമാണ് ചെറിയൊരു വേരിയേഷൻ വരിക. അതല്ലാതെ ഫ്ലേഞ്ചിലായാലും മഫിലായാലും ഒക്കെ the basic concept, I think the basic procedure is same. Okay, that is you have to find the dimension of the shaft, then find the dimension of the other parts, then you need to check whether it is safe or not. ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. Okay, if it is safe, that is fine. If it is not safe, increase or decrease the dimension accordingly, and then recheck whether it is safe or not. Once it is safe, that's it. Okay, that is a final dimension. Okay, so same procedure on. So take your data book. I'll explain the basic thing about your flange coupling, and after that detail ആയിട്ട് procedure എഴുതുന്നില്ല. Procedure details complete നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ കാര്യങ്ങൾ പറയാം. Okay, so അതാണ് ഇന്നത്തെ plan. So here take your data book, page number ഇന്നലെ പറഞ്ഞ 7.133 അല്ലേ എടുക്കുക. ആരുടെയെങ്കിലും ഡാറ്റാ ബുക്കിൽ ആ പേജ് പഴയ ഡാറ്റാ ബുക്ക് യൂസ് ചെയ്യുന്ന ആളുകൾ അത് എൻ്റെ അടുക്കുന്ന അറ്റസ്റ്റ് ചെയ്തിട്ട് വാങ്ങണം കേട്ടോ, എക്സാമിന് കയറുന്നതിന് മുമ്പ്. അല്ലാതെ വെറുതെ ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കയറരുത്. അതേപോലെ എക്സാം ഹാളിൽ നിന്ന് ഡാറ്റാ ബുക്ക് എക്സ്ചേഞ്ചും പെർമിറ്റഡ് അല്ല. സോ സ്വന്തം ഡാറ്റാ ബുക്കിൽ ആ പേജ് ഇല്ല എങ്കിൽ കേറാൻ പറ്റുന്നില്ല. റിക്വസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറയുമോ? അതെ, വസീം ഇല്ല. വസീം ആദ്യം ഒന്ന് അനസാറിനൊന്ന് വിളിക്കും, എന്നിട്ട് അതിന് ശേഷം ഇവിടെ ബാക്കിയുള്ളവരെവിടെ? ഇനിയും കയറാണ്ടല്ലോ, കയറൂലേ? 27 പേരെ ഉള്ളല്ലോ. കഴിഞ്ഞ വെറും ഇത്ര ഉണ്ടായിരുന്നല്ലോ, 27 ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെല്ലാരും ഉണ്ടായിരുന്നില്ലേ? ഹലോ ഹലോ, ആ കഴിഞ്ഞവർ എത്ര പേരെ ഉണ്ടായിരുന്നുള്ളല്ലോ, ഇനിയും ഉണ്ടാവോ, വരുവോ, എന്താണ് അവസ്ഥ? ഉണ്ടാവണ്ടേ, അത്ര കുറച്ച് ആളുണ്ട്. അഞ്ചൂടെ കഴിഞ്ഞിട്ട് ഞാൻ അറ്റൻഡൻസ് അങ്ങ് എടുക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഫ്ലേഞ്ച് കപ്ലിംഗിലേക്ക് വരാം. സോ ദിസ് ഈസ് യുവർ ബേസിക് ഫ്ലേഞ്ച് കപ്ലിംഗ് പേജ്, ഡാറ്റാ ബുക്കിലെ ഫ്ലേഞ്ച് കപ്ലിംഗിന്റെ പേജ് ആയത് അല്ലേ. സോ ഇതാണ് ഫ്ലേഞ്ച് കപ്ലിംഗ്. ഫ്ലേഞ്ച് കപ്ലിംഗിന്റെ കേസിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഷോ യു PPT-യിലിടാം. ഓക്കെ, സോ ഇതിന്റെ ഒരുവിധം നമുക്ക് കാണേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഇക്വേഷൻ ആയിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ ഫ്ലേഞ്ച് കപ്ലിംഗിന്റെ കേസിലുണ്ട്. ഓക്കെ, so this is actually you have two types of flange coupling. One is an unprotected type flange coupling, and the second one is a protected type flange coupling. Okay, അത് തൊട്ടടുത്ത പേജിലുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഡിസൈൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് ഈ രണ്ട് പേജും ആവശ്യമുണ്ട്. ഓക്കെ, ഈ രണ്ട് പേജ് മാത്രമേ നമുക്ക് തൽക്കാലം ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടതുള്ളൂ. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, this is your protected type. Protected type ഉം unprotected type തമ്മിലുള്ള ഏക ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അതിൽ you can see something like this. Okay, കാണാലോ അല്ലേ സ്ക്രീൻ? ഹലോ, yes, okay. Here in general നമുക്ക് രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഫ്ലേഞ്ച് കപ്ലിംഗ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. വൺ ഈസ് വിത്ത് റെസ്പെക്ട് ടു your unprotected type flange coupling. Okay, and protected type flange coupling എന്താണ് ഡിഫറൻസ്? നിങ്ങളൊന്ന് ഡയഗ്രാം നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും ഡിഫറൻസ് പ്രൊട്ടക്റ്റഡും അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പും തമ്മിൽ? എന്താണ് നിങ്ങൾക്ക് വിസിബിളി കാണാൻ പറ്റുന്ന ഡിഫറൻസ്? എന്താണ്? ഒരു ബോൾട്ടഡ് ജോയിന്റ്. ബോൾട്ടഡ് ജോയിന്റ് രണ്ട് കേസിലുണ്ട്. ബോൾട്ടഡ് ജോയിന്റ് എന്താ ഡിഫറൻസ്? യെസ്, കവേർഡ് ആണ് അല്ലെ. ബോൾട്ടഡ് ജോയിന്റ് പോർഷനിൽ കവേർഡ് ആണ്. ഇത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ.
when it comes to protected and unprotected type flange coupling. Correct. Now, here നമുക്ക് കഴിഞ്ഞ കേസിൽ മഫ് കപ്ലിങ്ങിന്റെ കേസിൽ എന്തൊക്കെ കോമ്പണൻസ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വന്നു വെച്ചാൽ മഫിന്റെ കേസിൽ we started with the design of shaft then we designed the hub, right? So shaft diameter, based on the shaft diameter we found out the dimensions of the hub, right? Dimensions of hub, and then we checked whether the shear stress is within the limit, right? Within the induced shear stress is within the limit, right? How in the case induced shear stress, we checked whether induced shear stress is less than the permissible shear stress. Okay, now after that, right, the next step was the design of key, right? So basically muff coupling in the case ഈ മൂന്ന് components ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് അതിന്റെ ഷാഫ്റ്റ് ആണ്, ഹബ് വരും അല്ലെങ്കിൽ സ്ലീവ്, or and ഇതിനെ കണക്ട് ചെയ്യുന്ന കീ. ഈ മൂന്നായിരുന്നു അതിന്റെ മെയിൻ കോമ്പണൻസ്. Now when it comes to flange coupling in the case components have increased, right? രണ്ട് flanges കൂടി കണക്ട് ചെയ്യുന്ന കേസാണ് ഒരു flange coupling വരുന്നത്, right? So here your components are, the first one you will find a shaft, right? ഷാഫ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ you'll have to first of all find the diameter of the shaft. The first step is to determine the diameter of the shaft. See, once you found out the diameter of the shaft, the next step, you can see all the dimensions over here is represented in terms of this small d, which is the diameter of the shaft, right? This capital D is equal to 2 times small d. D1, that is a distance from the center of the bolt to the next center, diametrically opposite at center to center distance, that is D1, and that is given as the distance is equal to 3d. Similarly, D2, the distance is 4d. D2 is that outer distance, right? From end to end distance is your D2, and that is given as 4d. Now similarly, your length is given as 1.5d, and this length is given as 1.5d. All those dimensions are given in terms of the shaft diameter. Okay, so same procedure applies here as well. Once you find the shaft diameter, you can find the dimensions of every other part, right? So we will be actually splitting this into, see, even though this is a single component, this flange, okay, ഒരു complete flange ഒരു single component ആണെങ്കിലും നമ്മൾ ഇതിനെ for design purpose ഇതിനെ രണ്ട് portion ആയിട്ട് divide ചെയ്യണം. One as the hub. Okay, so you can see from the diagram this portion is hub. Hub എന്ന് ഉദ്ദേശിക്കുന്നത് ഈ bottom portion ആണ്. ഇത്രയും പോർഷൻ ആണ് ഹബ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെയിം ആയിട്ട് മഫ് കപ്ലിംഗിന്റെ കേസിലെ ഹബ് വന്നതുപോലെ തന്നെ ഈ ഒരു കേസിലെയും ഹബ് വരും, റൈറ്റ്? സെയിം ഹബ്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് റിമൈനിങ് പോർഷൻ, അതിന്റെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റിമൈനിങ് പോർഷൻ ഇസ് കോൾഡ് ദ ഫ്ലേഞ്ച്. Okay, right. So basically, you have to first of all design the shaft and find the diameter of the shaft. Then you will have to design the hub. Okay. So hub is essentially it is a hollow cylinder. Okay. Same kind of hollow cylindrical structure. Cylindrical structure. Okay. So the same thing applies over here as well. And again, you have to first of all find the dimensions of the hub. Now, once you find out the dimension of the hub, the next thing is to check whether the stress induced, the shear stress induced is less than the permissible shear stress. That's it. Okay, same procedure. This is the same one, right? Now the next step is to determine or to find the dimension of the flange. Okay, the next step is to determine the dimension of the flange. Again, in this case also, check whether the stress acting on the flange is within the limit. That's it. Okay, അത് കൂടാതെ ഇതിൽ additional ആയിട്ട് വരുന്ന components, you will find a key. Okay, there is a key which is connecting the shaft with the hub, and other than that there are bolts. Okay, bolt കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് രണ്ട് അഡീഷണൽ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. മറ്റേ കേസിൽ ഹബ്ബ് കഴിഞ്ഞാൽ കീ ആയിരുന്നു, ഇവിടെ ഷാഫ്റ്റ്, ഹബ്ബ്, ഫ്ലേഞ്ച്, then you will find bolt and key. So therefore you have to design all these 5 components. Okay, so when it comes to flange coupling, there are 5 steps or 5 important steps in the design procedure. Okay, so the next thing is to design the bolt. Now we'll be taking the bolt depending upon this condition. You can see the condition over here. So this n is actually the number of bolts. Number of bolts are actually selected based on the diameter small d. Okay, so if the diameter is up to 40 mm, the number of bolt that is required is 3. Now if it is between 40 and 100 mm, then the number of bolt required is 4, and if it is between 100 and 180 mm, you can take the number of bolt as 6. That's it. Okay, so the bolt is taken based on the criteria, based on this criteria, or the number of bolt is actually dependent upon the diameter of the shaft. That's it.
Okay. Again, the thickness is also dependent on this one. Thickness of the plate is also dependent upon the diameter. So, okay. Now, so after finding this one, the next step is to determine the dimension of the keys. The same procedure. Similarly, bolt in the case, you need to check whether the stress is within the safe limit or not. Again, a bolt in the case, one of the important parameters is the diameter of the bolt. We will have an equation to find the diameter. First of all, we will be finding out the diameter of the bolt, and as a next step, we will be checking whether the stress acting on the bolt is within the safe limit. That's it. Okay, clear. Or overview കിട്ടിയോ? നമുക്ക് പ്രൊസീജിയറിലേക്ക് പോകാം. ഏതാണ്ട് യെസ് റൈറ്റ്. അപ്പൊ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ ചെയ്യാം. ഓക്കെ, ഇത്രയും ബേസിക് ഒരു ഐഡിയ കിട്ടിയാൽ മതി. ആദ്യം കുറെ സ്റ്റെപ്പ് ഒക്കെ സെയിം തന്നെയാണ്. ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക, ഹബ്ബ് കണ്ടുപിടിക്കുക, ചെക്ക് ചെയ്യുക, ഫ്ലേഞ്ചിന്റെ ഡയമെൻഷൻസ് കണ്ടെത്തുക. ഫ്ലേഞ്ചിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ തിക്നസ് കാണണം. തിക്നസ് ഓഫ് ദ ഫ്ലേഞ്ച് അവിടെ കണ്ടുപിടിക്കാനുണ്ട്. തിക്നസ് ഓഫ് ദ ഫ്ലേഞ്ച് കണ്ടുപിടിക്കുക, അതും ചെക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ബോൾട്ടിലെത്തുക. ബോൾട്ടിൽ ആദ്യം ചെയ്യേണ്ട കാര്യം is to determine the diameter of the bolt, then check whether the diameter is satisfactory. എങ്ങനെ ചെക്ക് ചെയ്യും? ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. എഗെയിൻ ബോൾട്ടിന്റെ അവിടെ കഴിയും. ആസ് എ ലാസ്റ്റ് സ്റ്റെപ്പ് വിൽ ഫൈൻഡ് ദ കീ. ഓക്കെ, സ്റ്റെപ്പ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. കീ കണ്ടുപിടിച്ചിട്ട് ബോൾട്ട് കാണാം. സോ അതൊന്നും വലിയ വിഷയമല്ല, കാരണം പക്ഷെ എല്ലാ കോമ്പണൻസും ഡിസൈൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് എ പ്രോബ്ലം. സോ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇവിടെ ഫസ്റ്റ് ടേബിളിൽ യുവർ ഡയമെൻഷൻസ് ആർ ഗിവൺ 2D, 1.5D, 3D, 4D. TF value is D by 2, right? See, this TF value is D by 2, and all those dimensions, every possible dimension is given in terms of D. Okay, and next table, this actually gives the equations for finding out these unknowns. Okay, this is for the hub. Keyയുടെ കേസിലെ equations നമ്മൾ മുമ്പ് ചെയ്ത same equations. Again, flangeന്റെ കേസിലെ equation is this one. Again, boltന്റെ കേസിലെ രണ്ട് equation. First equation is used to find the diameter of the bolt, and the second equation is used for checking whether it is within the limit or not. Okay, so that's it. Again, ഒരു പ്രൊട്ടക്റ്റഡ്, നമ്മൾ ഇതുവരെ പറഞ്ഞത് അൺപ്രൊട്ടക്റ്റഡിന്റെ കേസാണ്. പ്രൊട്ടക്റ്റഡിന്റെ കേസിൽ ഒരു അഡീഷണൽ കോമ്പണന്റ് കൂടെ വരും. It is nothing but this TP, in this extended portion. Okay, so this equation for the extended portion is this one. TP is nothing but B by 4. Okay, അതിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. Right, that's it. Okay, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ഫ്ലേഞ്ച് കപ്ലിംഗ്. ഒരു വൺ ഓഫ് ദ ഷുവർ ക്വസ്റ്റൻ ആണ്. ഫ്ലേഞ്ച് ഓർ ഫ്ലെക്സിബിൾ കപ്ലിംഗ് is a sure question for your university exam. Note it, very mark it as very important. Right, so let us try to solve this problem. Right, okay, so the first question, just note on this question from flange coupling. Okay, design a protected type flange coupling. Protected type flange coupling for the following power to be transmitted by the shafts. Okay, which is equal to 5 kilowatt. Power to be transmitted is 5 kilowatt. Speed of the shaft is equal to 1440 rpm, 1440 rpm. Select the appropriate materials. Select the appropriate materials for the coupling parts. And determine the dimensions of coupling. Okay, ഇതെല്ലാ കാര്യങ്ങളും കൂടെ വരുന്ന ഒരു സിംഗിൾ പ്രോബ്ലം ആണ്.
ചെയ്ത് കഴിഞ്ഞാൽ ഒരു എല്ലാത്തിന്റെയും ഐഡിയ കിട്ടും. So complete the question first. Design a protected type flange coupling for the following power to be transmitted by the shaft, which is 5 kilowatt. Speed of the shaft 1440 rpm. Select the appropriate materials for the coupling parts and determine the dimensions of the coupling. Right, കഴിഞ്ഞോ? Question കഴിഞ്ഞല്ലേ? Correct. Okay, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലെയിംസ് കപ്ലിംഗ് ഡിസൈൻ ചെയ്യണം. നമുക്കിവിടെ അധികം വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഒരു റിയൽ ലൈഫ് പ്രോബ്ലം ആയിട്ട് വേണമെങ്കിൽ കാണാം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ യു ഹാവ് ടു ഡിസൈൻ എ പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലെയിംസ് കപ്ലിംഗ്. ഓക്കെ, നമ്മുടെ കയ്യിൽ 2 ഷാഫ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, ആ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവർ തന്നിട്ടുണ്ട് അല്ലെ. അതിലൂടെ പോകേണ്ട മാക്സിമം പവർ ഇസ് 5 കിലോ വാട്ട് പവർ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ മാക്സിമം സ്പീഡ് ഇസ് 1440 rpm ആണ് അതിന്റെ റൊട്ടേറ്റിംഗ് സ്പീഡ് ഉണ്ടാവും. അപ്പൊ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലെയിംസ് കപ്ലിങ്ങിനെ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇതില് ഇപ്പം നമുക്ക് വേറെ ഒരു ഹിന്റും തന്നിട്ടില്ല, വേറൊരു ക്ലൂവും തന്നിട്ടില്ല. സോ ഏറ്റവും സ്ക്രാച്ച് നിന്ന് തുടങ്ങുന്ന ഒരു പ്രോബ്ലം പോലെ കൂടുതലുള്ള ഒരു റിയൽ ലൈഫ് പ്രോബ്ലം പോലെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. റൈറ്റ്, നമുക്ക് തുടങ്ങാം. ഇവിടെ പിന്നെ ഒരുപാട് ഡാറ്റാസ് ഇപ്പോൾ ഇവിടെ മിസ്സിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ മഫ് കപ്ലിങ്ങിന്റെ ഒക്കെ പ്രോബ്ലം നോക്കിയാൽ പ്രോബ്ലം ഇല്ല, സോറി, നിങ്ങൾ കയ്യിൽ നോട്ട് ഉണ്ടാവും. നോട്ട് നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം നോക്കി കഴിഞ്ഞാൽ മഫ് കപ്ലിങ്ങിനുള്ള പ്രോബ്ലംസ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഫോർ ദ ഷാഫ്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട് അല്ലെ. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് കണ്ടത്. അഗെയിൻ ദ permissible shaft for so permissible shear stress for the hub will be given. Again, the crushing stress for the key will be given. Permissible shear stress for the key will be given. All these values will be given in the question paper, right? But here all those values are missing. No, ഇവിടെ എന്താ പക്ഷെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെലക്ട് അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽസ് ഫോർ ദ കപ്ലിംഗ് and determine the dimensions of the coupling. So the complete freedom ആണ് നമുക്ക് തന്നിരിക്കുന്നത്. All you have to initially you have to start this by basically start this solution by initially selecting the material. Okay, ആദ്യം മെറ്റീരിയൽ സെലക്ഷൻ നമുക്ക് തുടങ്ങണം. Right, so here we'll start. സോ ഇങ്ങനെ ആയിരിക്കില്ല മിക്കവാറും വരിക, പക്ഷെ ഇങ്ങനെയും വരാം, ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും മാക്സിമം എക്സ്റ്റെൻഡ് പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഓക്കെ, മെറ്റീരിയൽ പോലും തരാതെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ തിങ് ഈസ് യു വിൽ ഗെറ്റ് ഡിഫറെന്റ് ആൻസേഴ്സ്. ഓക്കെ, ഡിഫറെന്റ് ആളുകൾ എടുക്കുന്ന മെറ്റീരിയൽ ഡിഫറെന്റ് ആയിരിക്കും, അതിനനുസരിച്ച് ഡിഫറെന്റ് ആൻസേഴ്സ് വരും. അപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും പക്ഷെ ഇത് ഈ ഒരു സ്ക്രാച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ കൺസെപ്റ്റും വരും, നമുക്ക് ഒറ്റ പ്രോബ്ലത്തെ പരിപാടികൾ തീർക്കും. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, വിച്ച് ഈസ് മെറ്റീരിയൽ സെലക്ഷൻ. മെറ്റീരിയൽ സെലക്ഷൻ. ഇഫ് ദ മെറ്റീരിയൽ ഈസ് നോട്ട് ഗിവൺ, മെറ്റീരിയൽ സെലക്ഷൻ നമ്മൾ നടത്തുന്നത് തന്നെ എന്തിനാ, അതിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ് എത്രയാണെന്ന്, ആ മെറ്റീരിയലിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ്സസ് എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഈ മെറ്റീരിയൽ സെലക്ഷൻ വരുന്നത്. ഓക്കെ, സോ ഫ്രം ദ മെറ്റീരിയൽ പ്രോപ്പർട്ടി അതിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ്. ഓക്കെ, ആ വാല്യൂസ് ഒക്കെ കിട്ടുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആ മെറ്റീരിയലിന് കിട്ടിയ സ്റ്റാൻഡേർഡ് സ്ട്രെസ് വാല്യൂസ് ആണ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഷാഫ്റ്റ്. Okay, we'll start with the shaft. See, you are free to select any material actually, right? So but we'll go with the textbook values. Okay, textbook the value thanna data space il edukam. So go to page number 1.10, ESG data book 1.10, ESG data book page number 1.10 കിട്ടിയോ? അവിടെ ഒരുപാട് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. C45, C15 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ സാധനം തന്നെ എടുത്തിട്ട് പോവാം, പക്ഷെ നമുക്ക് ഓരോ വാല്യൂസ് എങ്ങനെ എടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ യു ക്യാൻ ടേക്ക് ഷാഫ്റ്റ് ആസ് C50 കാർബൺ 50 സ്റ്റീൽ, C50 സ്റ്റീൽ കണ്ടോ, C50.
കിട്ടോ? എന്തെങ്കിലും ഡാറ്റ ബുക്ക് ഇല്ല, പേജ് നമ്പർ കിട്ടില്ല. സോ C50 സിമിലർലി ഓരോ മെറ്റീരിയലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് തരാം. C50ന്റെ കേസിൽ നമുക്ക് ഇവിടെ വേണ്ടത് നമുക്ക് ആദ്യം നമ്മളിതിന്റെ പ്രൊസീജിയർ എടുത്തു കഴിഞ്ഞാൽ, സോ ഡിസൈൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, your first step is actually to determine the diameter of the shaft, അല്ലെ? Diameter of the shaft. Now to determine the diameter, all you require is the permissible shear stress, right? See, diameter നമ്മൾ എങ്ങനെ കാണും? The torque transmitter എത്രയാണെന്ന് കണ്ടുപിടിക്കും. Using 60p divided by 2πn equation, the torque കിട്ടും. So using this torque equation, we'll equate this with pi by 16 tau dq, right? ഒരു ഡിസ്റ്റർബൻസ് വരുന്ന പോലെ തോന്നുന്നുണ്ടോ? Okay, right. Okay, so so using this equation, you will be finding out, using this torque equation, പിന്നെ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ, ഇതിന്റെ ഡയമീറ്റർ കണ്ടെത്തണമെങ്കിൽ, all you require is this permissible shear stress, right? Permissible shear stress ന്റെ വാല്യൂ കിട്ടണം, right? So from the shaft material, you have to find out what is the permissible shear stress, right? അത് ഓൾറെഡി ഇതിന്റെ ലോജിക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം പെർമിസിബിൾ ഷിയർ സ്ട്രെസ്? ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട്, എന്റെ കയ്യിൽ മെറ്റീരിയൽ മാത്രം, ഞാൻ മെറ്റീരിയൽ സെലക്ട് ചെയ്തു, C50 സ്റ്റീലാണ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ നിന്ന് എനിക്ക് എങ്ങനെ പെർമിസിബിൾ ഷിയർ, ആ മെറ്റീരിയലിന്റെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എങ്ങനെ കാണാം? Exactly, അല്ലേ? എങ്ങനെ കാണാം? Your permissible shear stress is nothing but yield tensile strength divided by 2 ഉണ്ട്. നമുക്കത് 2 into factor of safety. Okay, since factor of safety is not given, you can assume the factor of safety. Okay, കാരണം നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത്, A to Z ഡിസൈനിങ് നമ്മൾ തന്നെ ചെയ്തിട്ട് പോകുന്നത്. So you can assume the factor of safety. Let us assume ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് നമുക്ക് പോവാണെങ്കിൽ, let us assume factor of safety as 2. Okay, so അപ്പോൾ എന്ത് ചെയ്യാം? C50 സ്റ്റീലിന്റെ yield tensile strength വാല്യൂ ഡാറ്റാ ബുക്കിൽ നോക്കുക, എത്ര വരുന്ന വാല്യൂ? ഓക്കെ, yield tensile strength of C50 കുറേ ഉണ്ടല്ലോ. അതിൽ പല പല കണ്ടീഷനിൽ പല പല വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക, റൈറ്റ്? 380 ഉണ്ട്, പിന്നെ അതുപോലെ ഡിഫറെന്റ് വേറെ വാല്യൂസും കാണും, അല്ലെ? സോ അതിൽ ഏത് വാല്യൂ ആണെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല, റൈറ്റ്? അത് എന്ത് കണ്ടീഷനിലാണെന്ന് മാത്രം ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി, റൈറ്റ്? അപ്പോൾ ഇപ്പം അത് പിന്നെ yield tensile strength അത് എങ്ങനെയാണെന്ന് പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ കിട്ടുന്ന ഒരു മെറ്റീരിയലിനെ ചിലപ്പോൾ അതിന്റെ ഔട്ട്സൈഡ് ഹാർഡൻ ചെയ്യും. പല പ്രോസസ്സ് ഉണ്ട്, നിങ്ങൾ മാനുഫാക്ചറിംഗിൽ പഠിച്ചിട്ടുണ്ടാവും, പല ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ ഉണ്ട്. അപ്പൊ അത് പല ട്രീറ്റ്മെന്റ് പ്രോസസ്സ് കഴിയുമ്പോൾ മെറ്റീരിയലിന്റെ ഹാർഡ്നെസ്സും അതിന്റെ പ്രോപ്പർട്ടീസിനും പല വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത് മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ പിന്നെ yield tensile strengthലും അതുപോലെ ഹാർഡ്നെസ്സിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും, റൈറ്റ്? സോ ഡിപെൻഡിങ് അപ്പോൺ ദാറ്റ്, അത് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഡിഫറെന്റ് yield വാല്യൂസ് ആണ് ഡാറ്റാ ബുക്കിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം, കാരണം നമ്മൾ എടുക്കുന്നത് ഇന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ്, അത്രേ ഉള്ളൂ. അത് സ്പെസിഫൈ ചെയ്താൽ മതി, ഞാൻ ഇന്ന പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടിയ മെറ്റീരിയൽ ആണ് ഞാൻ എടുക്കുന്നത്, അത്രേ ഉള്ളൂ, റൈറ്റ്? ഈവൺ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ശരിക്കും ഒരു പഴയ കാലത്തെ പ്രൊജക്ടുകളായിട്ട് വരെ ഇത് കാണാൻ പറ്റാവുന്ന സ്ഥലങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയൽ ഇപ്പൊ ഇപ്പോഴും നടക്കുന്ന പല പ്രൊജക്ടുകളും അങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ, ഇപ്പോ എല്ലാം റൈറ്റ് നൗ നടക്കുന്ന കുറെ റിസർച്ച് പ്രോജക്ട് വർക്കുകൾ എന്ന് വെച്ചാൽ ഈ ചില പുതിയ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കും, അതിന്റെ മെട്രിക്സും അതൊക്കെ മാറ്റങ്ങൾ വരുത്തി പുതിയ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രൊജക്ട് റിസർച്ച് വർക്കാണ്, റൈറ്റ്? അതിന്റെ ഹാർഡ്നെസ് കൂടുമോ, ഒരു ഇത്രയെങ്കിലും കൂടി കിട്ടുമോ, അല്ല അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്തിൽ മാറ്റം വരുമോ? അപ്പോൾ അതിനെ കുറിച്ചുള്ള പഠനം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് മെക്കാനിക്കൽ ഏരിയയിൽ നടക്കുന്ന റിസർച്ച് പ്രോസസ്സിൽ കുറെ നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം 3D പ്രിന്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നടക്കുന്നത്. അലുമിനിയം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് മാറ്റം വരും. കൺവെൻഷണൽ അലുമിനിയം മാനുഫാക്ചേർഡ് അലുമിനിയത്തിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്തും അതുപോലെ മറ്റ് സ്ട്രെങ്ത്തും, അതേപോലെ തന്നെ 3D പ്രിന്റഡ് അലുമിനിയത്തിന്റെ കേസിൽ വരുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെയാണ്. അതൊക്കെ വലിയ റിസർച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രോജക്ട് വർക്കിന് പറ്റിയ സാധനങ്ങളാണ്, റൈറ്റ്? സോ സിമിലർലി അന്നത്തെ കാലത്ത് നടന്നിട്ട് ഡോക്യുമെന്റ് ചെയ്ത ഡാറ്റാസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ യു കൻ ടേക്ക് എനി വാല്യൂ ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് കോമൺ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വാല്യൂ വെച്ചിട്ട് പോകുന്നത് മാത്രം. ഓക്കെ, സോ യു കൻ ടേക്ക് ദ വാല്യൂ 380 Newton per mm square. So I'm taking 380 Newton per mm square into 2 into 2. Okay, so you are
ഇതില് ടെൻസൈൽ സ്ട്രെങ്ത് എല്ലാം 700 to 850 എന്നേ ഉള്ളൂ. 380 കുറഞ്ഞു. കാർബൺ 15 C50 C50 അങ്ങനെയാണ് ഉള്ളതെങ്കിൽ അത് കേട്ടില്ല. 1.12 ഒന്നുകൂടാ 1.12 പേജ് നമ്പർ 1.12 അല്ലേ നോക്കണ്ടേ? 460 340 600 340 600 അല്ലെ? ഓക്കെ, ആ വാല്യൂ എടുക്കാം. ഇതില് വന്ന മിസ്റ്റേക്ക് ആയിരിക്കും, കാരണം ഇതില് പിന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വാല്യൂ വെച്ചിട്ടാണ് ഞാനിപ്പോ എടുത്തത്. ടെക്സ്റ്റ് ബുക്ക് വാല്യൂ നമുക്ക് അങ്ങനെ പ്രൊഡിക്റ്റബിൾ അല്ല, കാരണം ചെറിയ ചെറിയ വേരിയേഷൻസ് ഡിഫറെന്റ് ഡാറ്റ ബുക്ക് എടുക്കുമ്പോഴും വരും. ഓക്കെ, ചിലപ്പോൾ ഇവര് റെഫർ ചെയ്തത് മഹാദേവന്റെ ഡാറ്റ ബുക്കോ അല്ലെങ്കിൽ വേറെ ഡിഫറെന്റ് ഓതറുടെ ഡാറ്റ ബുക്കിന് ബേസ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് എടുക്കുന്നെങ്കിൽ അവിടെ ഡിഫറൻസ് വരും. ഓക്കെ, അതും മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഡാറ്റ ബുക്കിലെ വാല്യൂസ് വെച്ചിട്ട് ചെയ്താൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഫൈനലിൽ കിട്ടുന്ന ആൻസർ കംപ്ലീറ്റ് മാറും. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് എടുക്കേണ്ടത് പ്രൊസീജിയർ മനസ്സിലാക്കുക. എക്സാം ചെയ്യുന്ന സമയത്ത് ആ വാല്യൂസ് തന്നെ എടുത്തിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കൺസ്ട്രെയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ വെച്ചിട്ട് പോകാം. 380 വെച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അതെ, ഇത് എന്തുകൊണ്ടാണ് വാല്യൂ എടുക്കുന്നത് പ്യൂർലി കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് അപ്രോക്സിമേറ്റ്ലി നമുക്കത് ആയിരിക്കാം. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, എന്തുകൊണ്ട് എടുക്കുന്നു വെച്ചാൽ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ത്രൂ ഔട്ട് എല്ലാം മാറും. ഓക്കെ, കാർബൺ 15 380. കാർബൺ 15 380 അല്ലേ? C15 ആ ഒരു സ്ഥലത്താണ് 340 അങ്ങനെയാണ്. C15 അല്ല സാറേ ഇത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാർബൺ 15 ആക്കാം, അതായിരിക്കും നല്ലത്. നമുക്ക് ഫൈനൽ വാല്യൂസ് മാറാണ്ടിരിക്കുന്നതല്ലേ. C15 സ്റ്റീൽ എടുക്കാം. ഓക്കെ, C15 ചേഞ്ച് ഇറ്റ് ടു C15 സ്റ്റീൽ. ഓക്കെ, ഇതിന്റെ കേസിൽ കറക്റ്റ് അല്ലേ വരാം? എഗെയിൻ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഏത് മെറ്റീരിയൽ, ഇപ്പം മെറ്റീരിയൽ തരാത്തടത്തോളം കാലം ഏത് മെറ്റീരിയലും എടുക്കാം. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. Your permissible shear stress is nothing but yield tensile strength divided by 2 into factor safety. This is very, very, very important. Right. So C50 ആണ് എടുക്കുന്നെങ്കിൽ നമുക്ക് ഡാറ്റാ ബുക്കിലുള്ള വാല്യൂ തന്നെ എടുക്കാം for your university exam. Okay, and then continue with that value. Right. Okay. Now here, your permissible shear stress is equal to yield tensile strength by 2 into factor safety. Solve ചെയ്ത് കഴിഞ്ഞാൽ you'll get a value as 95 Newton per mm square. So this is your permissible shear stress for the shaft material. Again, okay, same material തന്നെ എടുക്കാം കീയുടെ കേസിലും. കീ ത്രൂ ഔട്ട് സെയിം മെറ്റീരിയൽ എടുത്താലും കുഴപ്പമില്ല. C15 സ്റ്റീൽ തന്നെ എടുക്കാം. അഗൈൻ ഫോർ ദിസ് കണ്ടീഷൻ കീയുടെ കേസിലും എന്താ വരിക, പക്ഷെ കീയുടെ കേസിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. ഒന്ന്, പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സും കാണാനുണ്ട്, അതുപോലെ തന്നെ പെർമിസിബിൾ ക്രഷിംഗ് സ്ട്രെസ്സും അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ്സും കാണാനുണ്ട് അല്ലെ. രണ്ട് കേസും നമുക്ക് ഇക്വേഷനിൽ ആവശ്യം വരുന്നുണ്ട്. അഗൈൻ യുവർ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഇസ് സെയിം, എത്രയാ 95 Newton per mm square തന്നെ കിട്ടും. ബട്ട് യുവർ പെർമിസിബിൾ നോർമൽ സ്ട്രെസ് എങ്ങനെ കാണും? എന്താണ് ഇക്വേഷൻ? പെർമിസിബിൾ നോർമൽ സ്ട്രെസ് is equal to, if you are given yield tensile strength, how would you find out the permissible normal stress? Yes, factor safety, yield tensile strength divided by factor safety, that's it, by 2 illa, right? So directly you can take that 380 divided by 2, which is 190 Newton per mm square. So this is the permissible crushing stress for key, right? Now the next material, next one you can take is bolt. Okay, so bolt in the case any material you can take, but as per the textbook standards you can take it as C45 steel. C45 steel. If I'm taking C45 steel, C45 steel, so C45 ന്റെ കേസിലും അതുപോലെ തന്നെ കണ്ടെത്താം. yield tensile strength എത്രയാണ് വരുന്നത്? C45. ബോൾട്ടിന്റെ കേസിലും രണ്ട് കാര്യങ്ങളും കാണണം. 380 340 600.
Okay, so ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വാല്യൂ വെച്ചിട്ട് പോവാം. ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് പോവാം. ടെക്സ്റ്റ് ബുക്ക് ആസ് പെർ ദ ടെക്സ്റ്റ് ബുക്ക് വാല്യൂ ഇസ് 360 ആണ് എടുത്തത്. Okay, 360. So yield tensile strength you can take it as 360. So in that case your permissible shear stress and permissible normal stress. So this is equal to yield tensile strength by 2 into factor of safety. So find the value again. Permissible normal stress is yield tensile strength by factor of safety. So find those two values. 360 by 4 varu alla. 360 by 4 vannal shear stress for bolt 90 Newton per mm square varum and the permissible normal stress 180 Newton per mm square ennu kittum. Right, clear? No. Right. And the last portion is flange. Right. Flange. So flange, cast iron is taken. Cast iron. അതിന്റെ കേസ് നമുക്ക് ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. As per the equations, shear stress, permissible shear stress for cast iron. എത്ര കിട്ടും? ഓക്കെ, cast ironന്റെ yield tensile strength വാല്യൂ ഓക്കെ. Cast iron ന്റെ അതിലില്ല അല്ലെ? Cast ironന്റെ കേസിൽ your shear stress value will always be less than 15 Newton per mm square എടുക്കണം. Okay, has to be taken less than 15 Newton per mm square, or so you can, as a permissible value, you can take it as 10 Newton per mm square. Okay, ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. You can take the value as 10 Newton per mm square. Alright. So with this, എന്താണ് ഫസ്റ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആവണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പെർമിസിബിൾ വാല്യൂസ് ഇവിടെ കിട്ടും. റൈറ്റ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഷാഫ്റ്റ് വിച്ച് ഇസ് 95 ന്യൂട്ടൺ പെർ എം സ്ക്വയർ, കീയുടെ രണ്ട് കേസും കിട്ടി, ബോൾട്ടിന്റെ രണ്ട് കേസും കിട്ടി, അതുപോലെ ഫ്ലേഞ്ചിന്റെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സും കിട്ടി. അതിന് നോർമൽ സ്ട്രെസ് ആവശ്യമില്ല. All we require is permissible shear stress. Right. Now we'll start the design procedure. Normal case, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രോബ്ലംസ് നോക്കുകയാണെങ്കിൽ ഈ പോർഷൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇടയിൽ ഉണ്ടാക്കില്ല, കാരണം വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂല് അതൊരു പ്രശ്നമാണ്. ബട്ട് സ്റ്റിൽ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഒരു പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സും പെർമിസിബിൾ നോർമൽ സ്ട്രെസ്സും എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം ക്ലിയർ ആക്കി വെക്കുക. Okay. Right, now, so we'll start with the next basic procedure, that is the design procedure, exact design procedure. We'll start with the diameter of the shaft. Okay. Now here, first of all, find the torque. Then torque kandupidikka using this equation, and then ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന value will be Newton meter. Substitute that into, convert it to Newton millimeter, and then find the value of diameter using shear stress value as 95 Newton per mm square. Solve ചെയ്തോ and find the diameter D. പെട്ടെന്ന് ചെയ്തോ. diameter 12.11 mm. Yes. എല്ലാവർക്കും കിട്ടിയ
Okay. So you can take the next value, diameter 12.11 Newton. So you can take the very next value, which is 13 mm as the diameter. Okay. അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നാളത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ട് വരണം എന്ന് വെച്ചാൽ ഫൈൻഡ് ദ ഡയമെൻഷൻ, എല്ലാ പാർട്ടിനും ഡയമെൻഷൻ കണ്ടെത്തുക എന്ന് വെച്ചാൽ യൂസിങ് ദിസ് റിലേഷൻഷിപ്പ് ഡയമീറ്റർ കിട്ടി, ഡയമീറ്റർ ബേസ് ചെയ്തിട്ട് ഔട്ടർ ഡയമീറ്റർ എന്ത് ചെയ്യുന്നത് വെച്ചാല് പിന്നെ ഇതിലെ ലെങ്ത്തിന്റെ എല്ലാ ഡയമെൻഷനും ക്യാപിറ്റൽ ഡി ഈ ഫിഗറിലുള്ള എല്ലാ ഡയമെൻഷൻസും കണ്ടെത്തുക. ഓക്കെ, നാളത്തേക്ക് റൈറ്റ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, നാളെ മിക്കവാറും 2 hour ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഇതും ഫ്ലെക്സിബിൾ കപ്ലിങ്ങിന്റെ ഒരു ബേസിക് കാര്യം കൂടെ നാളത്തേക്ക് തീർക്കേണ്ടതാണ്. അപ്പൊ ഇത് എന്തായാലും ചെയ്തിട്ട് വരണം. പിന്നെ ബാക്കി ചെക്കിങ്ങും കാര്യങ്ങളും മാത്രം നെക്സ്റ്റ് ഡേ ചെയ്യാം. ഓക്കെ റൈറ്റ്. അപ്പൊ ഒന്ന് അറ്റൻഡൻസ് നോക്കാം. എല്ലാവരും ഉണ്ടോ? വസീം ഉണ്ടോ? ഒരാൾ ആബ്സെന്റ് ഉണ്ടല്ലോ. ഇവിടെ ആരും ആബ്സെന്റ് ഉള്ളോ? ഒരാളെ ഉള്ളല്ലോ, വെറുതെ വിളിക്കാനായിട്ടുണ്ടല്ലോ.